സാറേ ഞാൻ വണ്ടി എടുത്ത് അങ്ങോട്ട് അവിടെ സ്പൈക്ക് ഉണ്ട് സാറേ ഇങ്ങോട്ട് എടുത്തിട്ടോട്ടെ സാറേ പൊട്ടംകുണാരം പറ നിനക്ക് എന്തെടുക്കണ് കേറ് റേഡിയോ കേറിയോ പാപ്പച്ചി സാർ ഒരു മിനിറ്റ് സാറേ പോലെ സാറേ പോലെ അയ്യോ ഹോസ്റ്റേജ് ഓക്കെ ഇനി എന്ത് ടയറില്ല അപ്പഴേ പറഞ്ഞ അവിടെ കൊണ്ട് കേട്ടില്ല അവിടെ പൈക്ക് കിടക്കുന്നത് മറ്റേ സ്ഥലത്തേക്ക് ഇട്ടണ്ടേ എങ്ങനെയാ അതിന്റെ അവരോട് പറ സാറേ അത് നിങ്ങളുടെ സ്പൈക്കാര് സാറേ അത് നമുക്ക് വണ്ടി ശരിയാക്കണം നമുക്ക് വണ്ടി റിപ്പയർ ചെയ്യണം സാറേ അല്ലെ പറ്റൂല സാറേ സീനാവും സാറേ അയ്യോ എങ്ങനെ രക്ഷപ്പെടും ഞാൻ ഒരു കാര്യം പറയട്ടെ ഇവന്മാർ രണ്ട് മൊണ്ണ പോലീസുകാരന്മാരാ ഈ സിറ്റിയിലെ ഏറ്റവും വൃത്തികെട്ട രണ്ട് മൊണ്ണ ബുദ്ധിയില്ലാത്ത പോലീസുകാരന്മാരാ എന്നാ നമുക്കൊരു കാര്യം നമുക്ക് ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരാൾ ഇവിടെ ഇറക്കുക എന്നിട്ട് നമ്മൾ ആടുന്ന ഒരാള് ഇതിന്റെ ഉള്ളിലേക്ക് പോവാ അയ്യോ വേണ്ട അതൊന്നും വേണ്ട എന്ത് ഇറങ്ങണേ വണ്ടി ഇറങ്ങല്ലേ ഇറങ്ങല്ലെന്ന് പറഞ്ഞ സാറിന്റെ മടിയിരുന്ന് ചോദിച്ചേക്കണ പോടാ അവിടുന്ന് ഞാനൊരു കാര്യം പറയും മൊണ്ണപ്പട്ടിയെ നമ്മ പിടിച്ചാൽ ജീവിച്ചത് കാര്യമില്ല നമ്മള് സാധാരണ കണ്ണു ഉണ്ടോ വെടി വെക്കാൻ അറിയാവോ അത്രേ ഉള്ളൂ പക്ഷെ എന്റെ അവിടെ എന്നാ ചേട്ടാ ഞാൻ നോക്കിക്കോളല്ല ഒരു മതില് ഒരു പോസ്റ്റ് പോലും ഇടിക്കൂല ഇല്ല എവിടെ പോയി എന്റെ അകത്ത് കൊണ്ടില്ല അതാണ് അങ്ങനെ കുറെ പോണുണ്ട് വാസണ്ണ നമുക്കേ അയ്യോ ഇല്ല ആള് വരുന്നു എടാ നീ എന്തിനാണ് നിർത്തി നോക്കി മോണ്ണെ ഏതൊക്കെ ഒരു സ്ഥലത്ത് നമ്മളെ എടാ ഈ ബിൽഡിങ്ങിന്റെ ഇടയ്ക്ക് കൂടെ വിട് എന്നിട്ട് ഏതൊക്കെ ഒരാൾ ആടെ ഇറങ്ങി സാധനം എടുത്തിട്ട് അന്ന് സാധനം സേഫ് ആവും വേണ്ട സാധനം വേണ്ട നമുക്ക് അവരെ അടിക്കുമല്ലാന്ന് രണ്ട് മൊണ്ണാളാണ് അവന്മാരെ എവിടെയും അടിച്ചുല്ല വാ ഇതുവഴി നേരെ അങ്ങോട്ട് അവനെ കണ്ടുപിടിക്കാൻ പറ്റൂല ഇത് താഴെ കൂടെ പോരുത് ആ ബുദ്ധി ഒന്നും ഇല്ല അവര് പറന്നു വന്ന് ഒന്നാളെ കണ്ട് മാറി മറ്റേത് ഉണ്ട് കേട്ടോ ചാറ്റിലുണ്ട് കേട്ടോ ഒരു ഹായ് പറഞ്ഞേരം ഹായ് ബാബു നമ്മളെ കണ്ണൂരും ബാക്കിട്ട് കുറച്ച് നല്ല സ്ഥലം പറയാം വണ്ടി വെറുതെ ഇടിച്ചു വീണ് നമ്മളൊന്നും ചെയ്യാതെ സംശയം തന്നെ അവന്റെ ഒരു കഴിവ് വെച്ച് വലിയ പാടാണ് കോൾ വരുന്നത് സാറേ ഞാൻ മൊബൈലിൽ ഫോൺ വരുമ്പോ ഡ്രൈവ് ചെയ്യാറില്ല എന്താ സാറേ ഓ ട്രാക്കർ വെക്കാനാട്ടോ ഇറങ്ങി അറിഞ്ഞാലോ സാറേ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാരും കൂടെ ഇറങ്ങിയാൽ വെടിവെച്ചാലോ വാസണ്ണ അങ്ങനെ ചെയ്താലേ വാസണ്ണ ഞാൻ പറ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാം ഒന്ന് നിർത്തിയേ എന്നിട്ട് ഇറങ്ങി അങ്ങ് വെടിവെക്കാം എങ്ങനെയുണ്ട് സാറേ 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 ഒറ്റയ്ക്കല്ല ഉള്ളു സാറേ അവര് സാറേ നമ്മളെ സാറേ നമുക്ക് റിവേഴ്സ് എല്ലാരും സീറ്റ് ബെൽറ്റ് തിരിച്ച് ഇടിച്ചത് ഒന്നൊരു ഇടിച്ചത്ത്
ഇവിടുന്ന് എങ്ങനെ പോവും? വാസന പൊളിച്ചു വിടാ, വണ്ടി കൂടെ പിടിക്കൂല, പൊളിച്ചു വിട്ടാ മതി. ഓക്കെ മറ്റേ മൊന്നേഷ് കുമാർ എല്ലാം കഴിഞ്ഞ് 1.5 മണിക്കൂർ മൊന്നേഷ് കുമാർ എത്തി. എവിടൊക്കെയോ പോയി കറങ്ങിട്ട് വരുമോ? രണ്ടും കൂടെ ഒരുമിച്ചേട്ടാ, ഇനി വലിയ പാട് തന്നെ. വാസന നമുക്ക് ഇവിടെ നിന്ന് ചാടിച്ചാലേ വാസന താഴോട്ട് വണ്ടി. വേണ്ട സമയമുണ്ട്, വെയിറ്റ്. പിടുത്തം പിടിച്ചെന്റെ വാസന. ഇവന്മാർക്ക് നേരെ മാത്രമേ കൂടെ വരെ അറിയുള്ളൂ കേട്ടോ. ഒന്ന് വളക്കി ഓടിച്ചാ തീർന്നു. അതെ നമ്മള് വളഞ്ഞു പോയാലാ ഈ വളവിലമാരെ തീരും. നീ തിരിച്ച് യൂട്ടേൺ ആ അങ്ങനെ അങ്ങോട്ട് വെച്ചാ ഇവിടെ തിരിയുമ്പോലെ കാണിച്ചിട്ട് കറങ്ങി അതുവഴി തിരിച്ച് ഇങ്ങോട്ട് തന്നെ പറഞ്ഞു. ഇവിടെ ഇതിന്റെ ചുറ്റും 2 റൗണ്ട് കറങ്ങിക്കാം. സാറ്റ് കളിയാ. വണ്ടി പറഞ്ഞാ തീർന്ന്. ഹെലികോപ്റ്റർ വരുന്നുണ്ടല്ലോ. ഇല്ല മറ്റേ മൊന്നേഷ് കുമാർ പോയാട്ടോ. മൊന്നേഷ് കുമാർ എവിടെ പറഞ്ഞ് പിറ്റിയാ പറഞ്ഞ കേട്ടാ. ബോർഡിന്റെ മുകളിലൊരുത്ത തൂങ്ങി നിൽക്കുന്നു. ആ ബോർഡിൽ നിൽക്കുന്നു. എന്തൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ മനസ്സില്. എന്തൊക്കെയോ വലിയ ആഗ്രഹം കേട്ടോ, ഒന്നും നടക്കണില്ല. പമ്പിന്റെ അകത്ത് എനിക്ക് എത്തിയല്ലേ. ഓക്കെ, ഇനി അവനെ പിടിക്കാൻ പറ്റൂല. എന്നാ പോയി പറഞ്ഞു കൂടെ എത്തി. എന്നാ വണ്ടി മറിയോ? വണ്ടി പറയൂല. ഞാൻ പറഞ്ഞതാ എത്തി. സീരിയസ് ആയി എന്നാ കഴിവുള്ളവരെ വന്നു. ഇതോ അങ്ങോട്ട് ഇങ്ങനെ പിടിക്കില്ല രണ്ടും. അത് ഓമേഷ് വണ്ടി മാറിയതാണോ തോന്നുന്നത്? ആണെന്ന് ഇതിന്റെ അകത്ത് യൂട്ടേൺ എടുത്താലോ, അല്ലെങ്കിൽ പഴയ ഗ്യാങ് ഹൗസിന്റെ റൂട്ട് ഇട്ടാലോ? സീനില്ല വെയിറ്റ്. നമുക്ക് സ്ട്രെയിറ്റ് പോകാണ്ട് വളഞ്ഞു പോയാലോ? വെയിറ്റ് എനിക്കൊരു ഐഡിയ ഉണ്ട്. വിഷൻ ഉണ്ട്, ഇപ്പോഴും വിഷൻ ഉണ്ട്. കണ്ട് ഓക്കെ നേരെ അവർ കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. അത് കണ്ടിട്ടില്ലായിരുന്നു. പോണം നമ്മളെ തപ്പി. അവൻ ഇപ്പോഴും കണ്ടില്ല. നമ്മളെ വിളിക്കുന്നത് മൊന്നേഷ് കുമാർ അങ്ങ് പോയതാണ്. ചില്ലിയാട് ചില്ലിയാണ് മൊന്നേഷ് കുമാർ ചില്ലിയാട് പോയി. എന്റെ പറ്റുന്ന പഠിക്കുമ്പോ സാറേ പമ്പിൽ കയറ്റി ഇടിക്കായിരുന്നു. രണ്ടും ഇതും കൂടെ എത്തി. മൊന്നേഷ് കുമാർ എത്തി. ശരിക്കും മൊന്നേഷ് കുമാർ എത്തി. 3 യൂണിറ്റ്സോ കാർ ചേസിന്. എന്നെ സിമ്പിൾ ആയിട്ട് അടിക്കാം ഇവന്മാരെ. എവിടെയെങ്കിലും ഇട്ട് അടിക്കാം. നീ ആടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്. ഏതിലാ വണ്ടി? ഇൻവെന്ററി തുറക്കാൻ പറ്റുന്നില്ല. തിരിച്ചോട്ടോ ഒന്നും നോക്കല്ലേ വസന, പൊത്ത് കിട്ടും.
ദാസോണ പമ്പ് വഴിപ്പോ ഞാൻ പറഞ്ഞത് ആ പമ്പില്ലേ അവിടെ കയറ്റുമ്പോ ഒരു പോലീസിലെ മൊണ്ണേഷ് കുമാർ അവിടെ തീരും. പമ്പ് വഴി ഉറപ്പാണോ? ഉറപ്പാണ്. ഫുൾ സ്പീഡില് നേരെ ഒരു തിരികെ തിരിച്ചത് 3 പേരും പലത്തുന്നുണ്ട്. ഉണ്ട് ഒരുത്തുണ്ട്, 2 പേരുണ്ട്. പമ്പിലെ ലൈറ്റ് ആയിട്ട് ഒന്ന് നിർത്തിയിട്ട് ഒന്ന് നിർത്തി കൊടുത്തത് ഒന്ന് ഇടിച്ചെത്തുള്ളൂ. ഇവിടെ നിർത്തി കൊടുക്കും. ഇപ്പൊ നമ്മൾ അവര് കണ്ടിട്ടില്ല, അവര് നമ്മളെ പമ്പിന്റെ ഉള്ളിൽ നിർത്തിയാ മതി. നമ്മളെ കണ്ടിട്ടില്ല. ബാക്കില് മൊണ്ണേഷ് കുമാർ പറഞ്ഞ ഇങ്ങോട്ട് കാണുമോ നോക്കെ. കണ്ട് തിരിക്കണം അവിടെ ഇട്ട് തിരികോട് തിരിക്കും. കണ്ട് എടാ വണ്ടിക്കകത്ത് ഫ്യൂവല് കുറവാ. അങ്ങനെയാണെങ്കിൽ ഒന്നും നോക്കല്ലേ വാസോണ പൊത്ത് കിട്ടും. അടുത്തുള്ളൊരു റിപ്പയർ സ്റ്റേഷൻ മാർക്ക് ചെയ്യപ്പെട്ടത്. പക്ഷെ അവിടെ ഒന്നും റിപ്പയർ ചെയ്യാൻ പറ്റില്ല. റിപ്പയർ സ്റ്റേഷൻ മാർക്ക് ചെയ്ത് കിട്ടോ. സ്ട്രേറ്റ് റോഡ് ഇവന്മാര് മറിയൂല. മലയേറി പോണ വേണ്ട വെയിറ്റ്. സുമതി കൊള്ളാൻ കഴിഞ്ഞ ഈ റിപ്പയറുള്ള സമയമുണ്ടോ? റിപ്പയർ അപ്പോഴത്തേക്ക് ഒരുത്ത വന്ന് ഇറങ്ങും. അവനെ കൊല്ലാന്നില്ല. ഒരു റിപ്പയർ ചെയ്ത് ഒരു വെടി ഞാന് ഒരു വെടി വെച്ചപ്പോഴേ സാറേ വണ്ടി കയറാൻ കൊല്ലാൻ തോന്നിയില്ല. പാവം തോന്നി. അയ്യോ മന്ദബുദ്ധിയോടാണ് രണ്ടെണ്ണം. നമുക്ക് നിർത്തി അടിച്ചടിച്ചാലോ? കുറച്ചൊരു വട്ടാക്കാം. നമ്മൾ അണ്ടി റിപ്പയർ ചെയ്യണ്ട. എന്തായാലും മൊണ്ണേഷ് കുമാർ എവിടെയെങ്കിലും ചാരി വയ്ക്കാം. വാസോണ്ണ അവനെ ലൈറ്റ് ആയിട്ട് ഒന്ന് കൂടെ വെച്ചിട്ട് വീഡിയോ അത് കഴിഞ്ഞ് എവിടെ പോയി. ഹലോ തുമ്പി. ഓ തുമ്പി ചോദിച്ചോ പറഞ്ഞോളൂ. ആ ഒന്നാമത്തെ കാര്യം ബോബനെ പറഞ്ഞ് ടിവിയെന്നും വിടും, അവനെ കൊല്ലുകയും ചെയ്യും. ടെസയെ കത്തിക്കും. ഒന്നാമത് പെണ്ണും പിള്ളേരെ കേട്ടില്ല ഗ്യാങ് ഹൗസിൽ നമ്മള്. ഓക്കെ മാഷമ്മ തുമ്പി പിടിച്ചിട്ട് ചോദിക്കണ നമ്മളെ ഗ്യാങ് ഹൗസിന് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ബോബും ടെസ് ഉമ്മ വെച്ച് എന്ത് ചെയ്യുന്നു. ലിസ വിളിക്കുന്നടുത്തത് ഫോൺ ഫ്ലൈറ്റ് മോഡാക്ക്. ഞാൻ വിളിക്കാം ലിസ സിറ്റുവേഷൻ. സിനിമോനും ലിസ ഉമ്മ വന്നത് പോയേട്ടാ. എവിടെ പോയി എവിടാന്ന് പോലും അറിഞ്ഞൂടാ നമ്മള്. നമുക്ക് താഴെ ഇറങ്ങി പോകും. ഇറങ്ങി പൊളിയാലോ. ഹലോ സാറേ ജീവൻ വേണേ പൊക്കോ. സാത്ത ഇറങ്ങി. ഓടണം പുറകെ ഓടണം. നിർത്ത്. വണ്ടി പോവാം. വീണ്ടും പട്ടാക്കാം. മേലോട്ട് മെന്നി അടിക്കാം. വാ അടിക്കാം. മെന്നി വാ. ഓഫ് റോഡ് കേറാൻ പാടില്ലെന്നുണ്ടോ?
4 മിനിറ്റ് കഴിഞ്ഞല്ലോ. ആ വണ്ടി എടുത്തിട്ടോ ഒരാൾ വണ്ടി എടുത്തിട്ടോ ഇങ്ങ് മേലോട്ട് കയറുക. അടി വരുന്ന പോലീസ് അടിക്കണം. എവിടാ പോലീസ് എവിടാ? നമ്മളെ വണ്ടിയുടെ അടുത്ത് കണ്ടില്ല, നമ്മളെ വണ്ടിയുടെ അടുത്ത്. എടാ വണ്ടി ഇടിച്ചിട്ട് ഷീൽഡ് പോയത് ലോക്കാ. മാർ സാത്ത തല്ലിപ്പൊട്ടിക്കണം. മാറ് സാത്താനെ. ഇല്ല ഇനി ഞെക്കരുത്. എടാ ഒരാൾ ഇനി ഞെക്കരുത്. ആ കേറി തനിച്ചിറങ്ങിയാണ്. ആരും സീറ്റ് ബെൽറ്റ് പോലീസ് വണ്ടി ഇടിച്ചോളാം. അടിക്കാൻ ഇറങ്ങി അടിക്കാൻ ചപ്പം. വണ്ടി ഇടിച്ചോളാം. എടാ അതാരടിച്ചേ? എന്റെ അടിച്ചട വേറെ എവിടുന്നോ. ദൂരെ പോലീസ്. എന്നെ വേറെ ആരും സാത്താനാന്ന് തോന്നുന്നു എന്നെ കൊന്നേ. എന്നെ പോലീസുകാരല്ല കൊന്നേ, സാത്താനാന്ന് തോന്നുന്നു എന്നെ കൊന്നേ. എനിക്ക് ഉറപ്പാ സാത്താൻ എന്നെ കൊന്നേ, പോലീസുകാരല്ല കൊന്നേ. പോലീസുകാരല്ല എന്നെ കൊന്നേ, സാത്താനാ. എനിക്ക് ഉറപ്പാ സാത്താനാ എന്നെ കൊന്നേ. ഈകള് ചത്തടാന്നൊക്കെ സാത്താ ഒന്നും അറിയാത്ത പോലെ. എന്റെ പൊന്നോ സാത്താൻ എന്നെ കൊന്നേ. എന്നോട് വാ. എന്റെ വെടിയായി. വണ്ടീന്റെ ബാക്കിലുണ്ട്. ആശാനെ കണ്ടടിച്ചേ. ആശാനെ എന്താ സംഭവം? നീ മരിച്ചു വീണുല്ലേ? എന്തൊക്കെയായിരുന്നു മലപ്പുറം സാത്താനെ എന്നെ കൊന്നേ. പോലീസല്ലേ നിന്നെ കൊന്നേ? ചത്തോ? ആശാന് ചത്തോ? ഞാൻ ചത്തില്ല, ഞാൻ ടയറിന്റെ ബാക്കിൽ ഒളിച്ച് പോയി ഫൈറ്റ് എടുക്ക്. അന്റെ അടുത്ത് തോക്കില്ല. തോക്ക് നിന്റെ അടുത്ത് തോക്കുണ്ടാ? സാത്താൻ ചത്തോ? ഞാൻ ഓടി രക്ഷപ്പെടട്ടെ, എന്നാ എന്റെ കൈമില്ലെങ്കിൽ സേഫ് ആവും. എന്റെ കയ്യിൽ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു ചേസ് കണ്ടിട്ടില്ല സാറേ. സാറ് പറഞ്ഞു സാറേ, ജീവിതത്തിൽ ഇതുവരെ ചേസ് കണ്ടില്ല സാറേ. ഒരു കില്ല് പോലെ എടുക്കാൻ സംഭവിച്ചില്ല. നിങ്ങളുടെ കൂടെയുള്ള ആരോ നിങ്ങളെ കൊന്നിട്ടുണ്ടല്ലോ സാറേ. അതെ എന്റെ കൊണ്ടുകിടക്കണം സാറേ, ഒരുപാട് നാൾ കൊണ്ടുകിടക്കണം സാറേ അവരൊക്കെ. സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കൂടെ കൊണ്ടുപോക്കോ. തന്നിക്ക് സാറേ, അത് ഉണക്കായിട്ടുള്ളതാ. അവിടെ നിന്ന് കിട്ടി. മോളി മലയെ കിടന്ന് അതൊക്കെയാണ്. ഇത് മറ്റേ ബോബേഷാണോ? അല്ല ഇത് വാസോണ. ഇത് മറ്റേ ബോബേഷാണ് ചില്ലയാണ് എത്തിയത്. അണ്ണാ ഇത് കണ്ട അണ്ണാ, മലമ്പാമ്പ് കാട്ടിൽ നിട്ടിയാണ്. ആണല്ലേ? അടുത്തുണ്ടോ? അപ്പൊ ഞങ്ങളെ കൂടെ പോവാണേ. നമ്മളെ